സേസ് പേരുള്ളൂർ പ്രീമിയർ ലീഗ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഓടുന്ന നല്ല ഒരു കുഞ്ഞി രാമായണം സിനിമ. കുഞ്ഞി രാമായണ സിനിമയാണ് ഓർമ്മ വന്നത്. കുറേ ആസ്പെക്ട്സ് അതിൽ നിന്നും എന്താ പറയുക ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇതിലും ചെയ്തിട്ടുണ്ട്. സോ അതിൽ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ആയിരുന്നെങ്കിൽ ഇതിൽ സണ്ണി വെയിനാണ്. പിന്നെ കൂട്ടാളിയായിട്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ പറയാൻ പറ്റുന്നത് അജു വർഗീസ് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്, സൈക്കോ ബാലൻ. അത് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു എന്ന് ഒരു എന്താ പറയുക തോന്നൽ, ഒരു അഡ്വൈസ്, ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടർ ചിരിച്ച് ആൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ ഒരു രക്ഷയില്ലാത്തതാണ്. 7 എപ്പിസോഡുണ്ട്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത മലയാളികൾ വളരെ ചുരുക്കമാണ്. കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഗൈസ്. ആൻഡ് ഇറ്റ്സ് ബെസ്റ്റ്. ലൈക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാൻ തോന്നിയതിന് വളരെയധികം നന്ദി. കേരള ക്രൈം ഫയൽസ് ഇതുപോലത്തെ നല്ലൊരു സിനിമ തന്നെയായിരുന്നു. എന്താ പറയുക, സീസൺ വൈസ് കാണാൻ പറ്റിയ നല്ലൊരു സിനിമ. ഒരേ ദിവസം തന്നെയാണ് എല്ലാ എപ്പിസോഡും ഇറങ്ങിയിരിക്കുന്നത്. സോ വെയിറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് നിഖിലയുടെ അഭിനയം, കാസ്റ്റിംഗ് ഒന്നും അറിയില്ല. നിഖില, അജു വർഗീസ്, സണ്ണി വെയിൻ, പിന്നെ അശോകൻ, പിന്നെ കുറേ പേരൊക്കെ ഉണ്ട്. ചിരിയുടെ ഒരു ആരവം തന്നെയാണ്. കുഞ്ഞിരാമായണം പോലെ തന്നെ അതിൽ വിനീത് ശ്രീനിവാസൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ഗൾഫിൽ പോയിട്ടും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ കിട്ടുന്നത്. ഇതിലും അങ്ങനെ തന്നെയാണ്. സണ്ണി വെയിനും ഗൾഫിൽ നിന്നും വന്നു കുറേ പെണ്ണ് കാണില്ല, 68 സംതിങ് എന്തോ പെണ്ണ് കണ്ടിട്ടും ഒന്നും സെറ്റാകുന്നില്ല. അങ്ങനെയാണ് നിഖിലയുടെ മുന്നിൽ എത്തുന്നത്, മാളവിക എന്ന് പറഞ്ഞ ക്യാരക്ടറിന് മുന്നിൽ എത്തുന്നത്. മാളവിക എല്ലാം ഓക്കെ എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഒരു ഗ്ലിച്ച്, ഒരു ചെറിയ എന്താ പറയുക, ഒരു ഗ്രീഡി സണ്ണി വെയിൻ്റെ ക്യാരക്ടറിന് ഫീൽ ചെയ്യുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നു. പിന്നീടാണ് കക്ഷിക്ക് അത് അമ്മണിയായിട്ട് തോന്നുന്നത്. അങ്ങനെ ചെയ്ത് കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പേരൂർ ഗ്രാമപഞ്ചായത്തിൽ ഇലക്ഷൻസ് വരുന്നതും, ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻസ് വരുന്നതും അതിൽ മാളവിക എന്താ പറയുക ബ്ലാക്ക് മെയിൽ അല്ലെങ്കിൽ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അതിലൊരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതും. ബൈ ഡിഫോൾട്ട് ആൾ ജയിക്കുന്നുണ്ട്, പിന്നീട് ഒപ്പിക്കുന്ന ഓരോരോ കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ 2 പേരുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഒരു സൈക്കോ ബാലൻ ആയിട്ട് അഭിനയിച്ച അജു വർഗീസ് അഭിനയിച്ച ആ ഒരു ക്യാരക്ടർ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഭയങ്കര ഫീലിംഗ് തോന്നി. എന്താ പറയുക, ആൾ ചുറ്റുപറ്റിയിട്ട് ഇനിയും വലിച്ചു നീട്ടാവുന്ന എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഫീൽ ചെയ്തത് അശോകൻ അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്, സോമൻ. എത്ര ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻസിൽ തോറ്റിട്ടും എത്ര എന്താ പറയുക കൂകി വിളി കേട്ടിട്ട് ഒരു കുലുക്കൂലാതെ മുന്നോട്ട് പോകുന്നു. എന്നിട്ട് ക്ലൈമാക്സ് ഒരു സീനുണ്ട്, ആക്ച്വലി അത് ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ വീണ്ടും ഞാൻ ഈ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ആ ഭാഗം വളരെയധികം ഫീൽ ചെയ്തു. സോമൻ നിഖില മാളവികയുടെ മുന്നിൽ ചെന്നിട്ട് ആ ഒരു റെസിഗ്നേഷൻ ലെറ്റർ കളഞ്ഞു പോയി, വേറെ എന്നെ തരണം എന്ന് പറയുമ്പോൾ മാളവിക തന്നെ റെസ്പോൺസ് ഉണ്ട്, സോറി ഞാൻ ഇപ്പോൾ എൻ്റെ തീരുമാനം മാറ്റി, ഞാൻ റിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് സോമൻ അപ്പോഴും ചിരിച്ചിട്ടാണ് പോകുന്നത്. എന്താ പറയുക, എത്ര തോൽവി വന്നാലും ചിരിച്ചുകൊണ്ട് നേരിടുക എന്നൊരു ഫീലിംഗ് എന്തോ ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ തോന്നി. ആ ഒരു സീൻ കണ്ടപ്പോൾ എന്തോ ഒരു ഫീലിംഗ് തോന്നി, ഒരു സങ്കടം തോന്നി സോമൻ്റെ ക്യാരക്ടറെ കണ്ടിട്ട്. കൂടുതൽ പറഞ്ഞ് വാചാളനാകുന്നില്ല. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ തന്നെ പടം ഓടുന്നുണ്ട്. മാസ്റ്റർ പീസായിട്ടും ഇഷ്ടപ്പെട്ടു, ചിരിക്കാനുള്ള ഭാഗം. എന്താ പറയുക, കുഞ്ഞി രാമായണം മിസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് പോയി കാണാം. കുഞ്ഞു രാമായണത്തിൻ്റെ ഒരു 2024 വർഷം സിനിമയാണ്. വളരെ ഇഷ്ടപ്പെട്ടു ഗൈസ്. പേരൂർ ഗ്രാമപഞ്ചായത്ത്, അങ്ങനത്തെ പേരിലുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കേരളത്തിലില്ല. പക്ഷേ മദ്രാസ് ഭാഗത്ത് ഇങ്ങനത്തെ ഒരു ചെറിയ ഒരു വില്ലേജ്, ഒരു ഗ്രാമം അവിടെ ഉണ്ട്. സോ ടോട്ടലി ഫിക്ഷണൽ. എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒട്ടുമിക്കതും വയനാടാണ്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഫ്രെയിമിൽ ഉടനീളം അടക്കാമരങ്ങൾ ഇഷ്ടം പോലെ, അങ്ങനത്തെ ഒരു പറമ്പും നിറച്ചുള്ള പ്രകൃതിരമണീയമായ സ്ഥലങ്ങൾ മൊത്തം എടുത്ത് കാണിച്ചിട്ടുണ്ട് ഗൈസ്. പാട്ടുകൾ നിങ്ങൾ ട്രെയിലർ കണ്ടു കാണുമായിരിക്കും. ഇലക്ഷനോടനുബന്ധിച്ചുള്ള ചില പാട്ടുകൾ ഓവറോൾ ഇഷ്ടപ്പെട്ടു. മിസ്സാക്കരുത്. നിങ്ങൾ ചിരി കോമഡി ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ, തീർച്ചയായിട്ടും നിങ്ങൾ മിസ്സാക്കരുത്. നല്ലൊരു മാസ്റ്റർ പീസ് സിനിമ ഗൈസ്. 7 എപ്പിസോഡുണ്ട്. ഒരു എപ്പിസോഡ് കഷ്ടിച്ച് 30 to 45 മിനിറ്റ്സ് ഉണ്ട്. സോ ഓൾറെഡി സിനിമയുടെ ദൈർഘ്യം ഒറ്റയിരിപ്പിന് തന്നെ ഞാൻ എല്ലാവരും കണ്ടു. ബിക്കോസ് എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു എന്തായിരിക്കും ക്ലൈമാക്സ് എന്നുള്ളത്. സോ കുഞ്ഞു രാമായണത്തിൻ്റെ കോപ്പി എന്ന് പറഞ്ഞ് ഇതിനെ തരം താഴ്ത്തി കളയാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ടോട്ടലി എന്താ പറയുക, അത് ഒരു ഡിഫറെൻറ്റ്, ഇതും ടോട്ടലി ഡിഫറെൻ്റ് എന്ന് പറയാൻ പറ്റും. വേറെ ഒരു കഥ. ബട്ട് കുറേ ഇൻസ്പിറേഷണൽ എലിമെൻറ്റ്സ് ഇതിലുണ്ട്.
ആ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ വൈൻഡിങ് അപ്പ്, catch you guys in next movie review and don't forget to enjoy your life guys. അപ്പോൾ ഇത് മറക്കണ്ട, പേരല്ലൂർ പ്രീമിയർ ലീഗ് സ്പോർട്സ് സിനിമ അല്ല, ഒരു ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനിൽ നടക്കുന്ന സിനിമ, സംഭവ വികാസങ്ങൾ കൊടുത്തിട്ടുള്ള സിനിമ.